പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് മുന്നറിയിപ്പ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 8 മണിയോടെ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഉപരോധം ആരംഭിച്ചു. ഓഫീസിന് മുന്നിലെ ഗേറ്റുകളെല്ലാം അടച്ച പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞെങ്കിലും പോലീസിനെ മറികടന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചു കയറി. 2 മണിക്കൂറിലേറെ നീണ്ട ഉപരോധത്തിന് ശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായി തുടരുമെന്നും ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷനെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ BJP സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണിത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇന്ന് വളരെ പെട്ടെന്ന് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു ഡിവിഷൻ ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. VK ശ്രീകണ്ഠൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഡിവിഷൻ വിഭജിക്കുക എന്ന് വെച്ചാൽ കേരളത്തെ തകർക്കുകയാണ്. പാലക്കാട് ഡിവിഷന്റെ 700-ലധികം കോടി രൂപ ഒരു വാർഷിക ആദായം നമ്മുടെ കുറയുകയാണ്. ഇത് BJP സർക്കാർ BJPക്കാർക്ക് വേണ്ടി, കർണാടകയ്ക്ക് വേണ്ടി കേരളത്തെ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. തിരുവോണ നാളിൽ UDF MPമാരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരവും നടത്തും. ന്യൂസ് മലയാളം, പാലക്കാട്.